കുറച്ച് കോഴിക്കാട്ടല്ലോ കുറച്ചല്ലോ അപ്പൊ നമ്മുടെ കോഴിക്കും വാത്തയ്ക്കും അയ്യോ എന്തിട്ട് മാറാലോ എല്ലാവർക്കുള്ള തീറ്റ എടുക്കാൻ പോണം. ആണോ? ഞാൻ ജിമ്മത്തിയുടെ ഹെൽപ്പ് ആണോ? നാട്ടെ ഞാൻ പോകാൻ പറ്റും. നാട്ടെ ആശാനെ മനസ്സിൽ ധ്യാനിച്ച് എന്റെ പൊന്നെ ഇത്ര ഉള്ളിലുള്ളൂ. അതെടുത്തിട്ട് ഇങ്ങോട്ട് എടുത്ത് തരണം. വലിക്കാനല്ല പറഞ്ഞത്. വേഗം വേഗം. പ്രശസ്ത ജിമ്മത്തിയും വൈഡ് ലോക്സിന്റെ നേതാവുമായ കാലുണ്ട് ചവിട്ടിയിട്ടാ നീൽക്കി എങ്ങനെ വേണമെങ്കിലും ഇട്ടോ. 50 കിലോ വണ്ടിക്ക് കയറണം. ഒന്നും തരില്ല. വണ്ടിക്ക് കയറും, ഞാൻ എടുത്തിട്ട് പോകും. പിന്നെ ഗ്രേസ് മാറ് 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 മാറ്. പറ്റുന്നില്ലല്ലോ. ഇത് ഉരുട്ടി താഴെ എനിക്കും പറ്റൂല. ഇത് പൊന്തിക്കണം. ക്യാമറ ഒന്ന് പിടിച്ചോടിക്കണേ. എനിക്കും പറ്റാറില്ല. എന്തായാലും ഇത്ര വരെ നീ തള്ളിയിട്ടല്ലോ, അതിനൊരു ബിഗ് സല്യൂട്ട്. കാരണം അല്ലെങ്കിൽ ഈ ചാക്കൊക്കെ പൊതിച്ചെടുത്ത് വെക്കില്ല. ലാസ്റ്റ് ഇവിടെ വരെ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ അല്ല പൊക്കറങ്ങണ്ട് വലിച്ചു തൂക്കിയാൽ പൊക്കിയിലിട്ട് ഞാൻ അൽമിനെ എങ്ങനെ വിളിക്കുക കയറ്റാ തളാൻ താല്പര്യണ്ടാ? ഇങ്ങനെ ബാലൻസിംഗ് ഉണ്ട്. അർബാനക്ക് അർബാന ലൈസൻസ് ഉള്ളതാണ്. അങ്ങനെ അർബാൻ ലൈസൻസ് അല്ല ഉദ്ദേശിച്ചത്. പിടിച്ചോ. എവിടെ ഗ്രേസ്? അർബാന ലൈസൻസ് ഉള്ള മിടു. ഓ മൈ ഗോഡ്, സോ സിമ്പിൾ. ഗ്രേസ് കണ്ടോ? നീക്കും കടിക്കില്ലേ എന്ന് പറഞ്ഞില്ല എന്നോട്. എന്റെ പൊന്നെ, ആദ്യമൊന്നും നീ ഇങ്ങനെ എടുക്കാറില്ല. മോയില പോടാ 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 പോടാ. ആ പോട്ടെ 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 പോട്ടെ. അവിടെ ഒരു തൂണുണ്ട്, അല്ല ഒരു ഇതുണ്ട്. പള്ളിക്കോ. യെസ്, കുഴപ്പമില്ല. ഇവിടെ എത്തിയില്ല. ബേസ് വാലടക്കി. ഉള്ളി കയറണ്ടോ? ബേസ് ഉള്ളി കയറില്ല, കോഴികളായിരുന്നു. അവള് പുറത്തൊന്നും സ്പീഡിലാണ്ടായിരിക്കും. അവിടെ ഇഷ്ടം ഞാൻ മാറ്റിയിട്ടുണ്ട് ഉള്ളിക്ക് പോകാനായിട്ട്. മൊയില് മാറിക്കോളും. കേട്ടണ്ടോ? അല്ലെങ്കിൽ കേട്ടണോ? കേട്ടണെങ്കിൽ കയറ്റിക്കോ. നിനക്കൊരു വ്യായാമമുള്ളോ? മൊയിലൊക്കെ മാറിക്കോളും. എടാ അത് മാറിക്കൊടുത്തേക്കടാ. എന്റെ അമ്മോ, വെരി ഗുഡ്. പോട്ടെ 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 പോട്ടെ. അവിടെന്നോ അവിടെന്നോ. എൻ്റെ ശരിക്കും ഐ അപ്രീഷിയേറ്റ് യു. ഇതിൻ്റെ പിന്നാലെ മൊയിലുകൾ വരുന്നുണ്ട്. അവരുടെ തീറ്റ നീ ചോടി വന്നേക്കണം. ഇനി ഞാൻ തട്ടിയിട്ടുണ്ട്. താങ്ക് യു. വെരി പവർഫുൾ ട്ടോ. ഭയങ്കര വ്യത്യാസം മോനക്കാ. അതെ. അതുപോലെ ഞാൻ കോഴികളെല്ലാം ഒന്ന് തുറന്നു വിട്ടിട്ടുണ്ടായില്ല. ഞാൻ അതിൽ കോഴികളെ തിരിച്ച് ഞാൻ വീണ്ടും ഇവിടേക്ക് കയറ്റി. കാരണം ഇവർക്കൊന്നിനും തീറ്റ ഇടാനില്ല. വാത്തകളും മറ്റേ താറാവുകളും എല്ലാം കൂടിയും ഇവറ്റകളൊക്കെ കൊത്തി മാറ്റി അവറ്റകൾ തിന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവരെ ഞാൻ വീണ്ടും സെപ്പറേറ്റ് വീണ്ടും ഉള്ളിലേക്ക് ഇട്ടു. അത്യാവശ്യം ഭംഗിയുള്ള ആൾക്കാർ ഇതിലും ശരി ഭംഗി കുറഞ്ഞവരെ ഇപ്പുറത്തേക്കും അങ്ങനെ അങ്ങനെ 2 തരം തിരിവായിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് ഇവർക്ക് തീറ്റും വെള്ളമൊക്കെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി വലുതായിട്ട് വീണ്ടും പുറത്തേക്ക് ഇറക്കിടാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ ഇവരുള്ള വലുതാവില്ല.
ഇവറ്റങ്ങൾക്ക് ഒട്ടും വളർച്ച കിട്ടണില്ലാന്ന്. കാരണം തീറ്റ കിട്ടണില്ല ഇവറ്റങ്ങൾക്ക്. മറ്റേ വലിയ കോഴികളും നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന കോഴികളും വാത്തിയും കിനിക്കോഴികളും ഒക്കെ കൂടി ഇവറ്റകളെ കൊത്തി ഓടിച്ചിട്ട് ഇവറ്റങ്ങൾക്ക് ഒന്നും കിട്ടണില്ല. ഗ്രേസ് ഉള്ളിൽ കയറി അത്രേ ഉള്ളു. മറ്റേ ചാക്കൂട്ടി എടുക്കണ്ടേ? മൊയിലുകൾ തീറ്റാന്ന് വിചാരിച്ചിട്ട് ആ ഏരിയന്ന് പോണില്ലേ? സ്റ്റീവ് അമ്മേനായിട്ട് എടുത്തുണ്ട് കേട്ടാ. ഹിമാനുവിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കാം. ഇതിന്റെ അടി കയറി, അതിന് മേത്തി കയറി പോവും. കോഴി വരട്ടെ, കോഴിയുടെ വീടല്ലത്. എന്റെ ഇടയിലില്ലല്ലോ. ചമ്മന്തിയായി പോവും. ആരത് ദേ പോണു നിന്റെ ഇടയിൽ കൂടെ. ദേ പോണുണ്ട്. അങ്ങോട്ട് അങ്ങനെ വെക്കില്ല. ഒരാൾ പോന്നു, ഒരാളിവിടെ ഉണ്ട്. പേടുന്നില്ല ഞങ്ങക്ക്. ടയറ് കയറും. ഇന്ന് ഭയങ്കര ചൂടുണ്ടല്ലേ? മിനിഞ്ഞാന്ന് നല്ല മഴ പെയ്തു. ഇന്നലെ മഴ ചാറി. ആ ഇന്ന് നല്ല ചൂട്, നല്ല സൂപ്പർ വെയില്. ഇപ്പൊ തരൂടാ തീറ്റ. മൊയലുമാര അതിന്റെ ഉള്ളിരിക്കൊക്കെ പോവാ. തീറ്റ ആക്ച്വലി തീർന്നു. ഇപ്പൊ മൊയലന്മാര് തിന്നത് ചോറും മറ്റേ മുരിങ്ങക്കോലും. ഇപ്പൊ ഇട്ട് കൊടുക്കണോ? ആ ഇത് തീർന്നു. ഇച്ചിരി അടിപൊടിയുള്ളൂ. എന്നാലും വരി ഇടയ്ക്ക് തിന്നാനായിട്ട് മതി. എല്ലാം തിന്നും. കോഴികൾ തിന്നുന്ന എല്ലാ തീറ്റയും വീട്ടുകളും തിന്നുന്നു. വേറെ ഒന്നും കിട്ടാണ്ടായപ്പോ സവോളത്തുണ്ടു അതും ഇതും ഒക്കെ പറച്ച് തിന്നുന്നുണ്ട്. ആ മോളെ ഇഷ്ടായിട്ടായിരിക്കും. നമ്മുടെ ഇന്നത്തെ താറാമുട്ട. ആ ഇന്നത്തെയും കൂടിയൊക്കെ താറാമുട്ടയാണ് കേട്ടാ. കോഴിമുട്ട ഉണ്ടാ? അതാര് കോഴിമുട്ട ഇടുന്നേ? എന്തായാലും താറാമുട്ടയും കോഴിമുട്ടയും ചില ദിവസങ്ങളിൽ നമ്മൾ ലേറ്റായി ആവുകയാണെങ്കിൽ കാക്ക എതിക്കോടിയോ കയറുന്നുണ്ട് ഇതിൻ്റെ ഉള്ളില്. കാക്കയാന്ന് തോന്നുന്നു, കോഴികളല്ലല്ലേ? കാക്കയല്ലേ? ആ കാക്ക കേറിയിട്ട് ഈ മുട്ട കുത്തി കുടിക്കുന്നുണ്ട്. കാരണം മുകളിലൊക്കെ കൊണ്ടുവച്ച് കഴിക്കണൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ചില ദിവസങ്ങളിൽ മുട്ട കിട്ടാറില്ല. അത് റെസ്റ്റ് എടുക്കണ്ടാ. ആ എനിക്ക് ഉറങ്ങണ്ടേ? കിടക്കണേ. മൊയലേ ഉണരൂ, മൊയലേ ഉണരൂ. മൊയിലുകൾക്ക് എല്ലാത്തിനും മറ്റേ ഫംഗസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടിന്റെ ഉള്ളില് ആ മൊയിലും കൂടി ഇട്ടിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ മൊയിലിട്ടുണ്ടായില്ലോ. അപ്പൊ എല്ലാത്തിനും മേത്തൊക്കെ ഫംഗസ് വന്ന് ചെവിടും മൂക്കത്തൊക്കെ ആകെ തൊലിയൊക്കെ എടുക്കായിരുന്നു. മറ്റേ കോഴികളുടെ കൂടി ഇടരുതെന്നാണ് പറയാ. ഇപ്പൊ നമുക്ക് അഴിച്ചു വിട്ടു. എല്ലാരും ഇപ്പൊ സെറ്റായിട്ട് തുടങ്ങുന്നു. മരുന്നൊക്കെ കൊടുത്തു, സെറ്റായി വന്നോണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ രോമൊക്കെ പോയിട്ട് വന്നിട്ടില്ല. അതൊന്നോളും. പക്ഷെ അസുഖം പോയില്ലേ? അസുഖം പോയിട്ടുണ്ട്. സ്റ്റീവിനെയും ഗ്രേസിനെയും വീട്ടിലേക്ക് കൊണ്ടാക്കി കളിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയതാ. അപ്പോൾ സ്റ്റീവ് അവിടെ നിന്ന്, ഗ്രേസ് ഞങ്ങളുടെ കൂടെ പോകുന്നു. സ്റ്റീവിനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. അവനോടെ കളിക്കട്ടെ, ഞങ്ങളിവിടെ പണി എടുക്കട്ടെ അല്ലേ ഗ്രേസ്? ഗ്രേസ് എന്നെ കാകത്തൊക്കെ കോരാൻ പോണേ. തീറ്റ എടുത്തപ്പോഴേക്കും ഏറ്റവും മനസ്സിലാക്കിയെന്നോട് എല്ലാവരും അച്ചിരിക്കണ്. വരി നിരന്നു. അപ്പൊ ഞങ്ങള് പോവാണ് ഗ്രേസിനെ വീട്ടിൽ കൊണ്ടാക്കാൻ ഇമ്മാനുവിന്റെ അടുത്ത്. ഫസ്റ്റ് ഇവരുണ്ടായിരുന്നു, അവൾക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാ കളിക്കാൻ. അപ്പൊ അവൾക്ക് അവിടെ നിക്കണ്ട. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ റബേക്കന്റെ വീട്ടിലേക്ക് പോണില്ല, നമുക്ക് ടൈം ഇല്ല.
ഇല്ലില്ല ഇപ്പൊ അവൾക്ക് ഇവിടെ നിന്നിട്ട് ബോറടിച്ചു. ആദ്യമേ പറഞ്ഞതായിരുന്നു ഗ്രേസിനോട്. പിന്നെ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ കൊറേ ടൈം എടുക്കും. വെറുതെ പറഞ്ഞു അവിടെ കൊറേ പണിയുണ്ട്. അവിടെ കൊറേ പണിയുണ്ട്. അപ്പൊ ഗ്രേസ് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് പോവാം. അപ്പയുടെ ഹെൽമെറ്റ് എടുത്ത് വെച്ചു ബാക്കിൽ നോ പോവാ. അപ്പോൾ അങ്ങനെ അതേ വൈകുന്നേരം ആയിട്ടാ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ ബൈ.